ഞാനിന്ന് ഇതേ പറമ്പിൽ വന്ന് സ്റ്റാർ ഫ്രൂട്ട് പറിച്ചു കേട്ടോ. നമുക്കറിയാം സ്റ്റാർ ഫ്രൂട്ട് 2 ടൈപ്പ് ഉണ്ട്. ഇരുമ്പൻ പുളിയുടെ പോലെ നല്ല പുളിയുണ്ട്, പുളിയില്ലാത്തതുണ്ട്. ഞങ്ങളുടെ തീരെ പുളിയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് 2 പ്രാവശ്യം 2 ദിവസങ്ങളിലായിട്ട് ഞാൻ ജാം ഉണ്ടാക്കി. ആദ്യത്തെ ദിവസം ഞാൻ നോർമൽ പോലെ വട്ടത്തിലാണ് അരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുരു മിക്സിയിൽ അടിച്ചപ്പോൾ വന്നു. കുരു ഉണ്ടായെന്ന് വെച്ച് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പിറ്റേ ദിവസം ജാം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ രീതിയാണ് അവലംബിച്ചത്. നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് കളർ എടുത്ത് കളയുക. അപ്പോൾ കുരുവും കൂടി പോയി. ഇതാണ് കേട്ടോ നല്ല രീതി. അതിന് ശേഷം ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ സാധാരണ പോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചു. പിന്നെ നമുക്കറിയാലോ പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്യണം. ഇങ്ങനെ കുറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ യെല്ലോ കളറാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഗ്രീൻ കളറാണ് കേട്ടോ ഇട്ടത്. എനിക്ക് തോന്നുന്നത് സ്റ്റാർ ഫ്രൂട്ട് ജാമിന് ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൂടുതൽ ഭംഗി. കഴിഞ്ഞ വർഷം ഞാൻ ഒരു കളറും ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വൈറ്റ് കളറായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഒരു ഭംഗി തോന്നിയില്ല. അതിൻ്റെ ഇതേ കൺസിസ്റ്റൻസിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലായി ഏകദേശം ഇത് പാകമായി എന്നുള്ളത്. അപ്പം അങ്ങനെ തന്നെ ഞാൻ അതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു വെച്ചു. ഈ പരുവത്തിൽ വേണം നമ്മൾ ഒഴിച്ചു വയ്ക്കാൻ. ഇനിയും നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇനി അത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി അത് കുറുതാവും. ഇനി അതൊരു 2-3 മണിക്കൂറിന് ശേഷം ഈ ഒരു സ്റ്റേജിലായിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കൂടുതൽ മുറുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രെഡിലൊന്നും തേക്കാനായിട്ട് പറ്റില്ല. ഈ ജാം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.